നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. സിലബസിലെ ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള കുറച്ച് ഫാക്ച്വൽ പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൂ പ്രിസൈഡഡ് ഓവർ ദ ഐക്യ കേരള കൺവെൻഷൻ ഹെൽഡ് അറ്റ് തൃശൂർ in 1947 demanding the formation of Kerala state based on language. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 1947 തൃശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനെ പ്രിസൈഡ് ചെയ്തത് ആരായിരുന്നു? ആൻസർ കെ കേളപ്പൻ. The revolt took place in 1697 in connection with the monopoly of the pepper trade. കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തകാവകാശവുമായി ബന്ധപ്പെട്ട് 1697 നടന്ന റിവോൾട്ട് ഏതാണ്? ആൻസർ അഞ്ചുതെങ്ങ് റിവോൾട്ട്. ഹൂ പ്രിസൈഡഡ് ഓവർ ദ ഫിഫ്ത് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് ഹെൽഡ് അറ്റ് മഞ്ചേരി ഇൻ 1920? 1920 മഞ്ചേരിയിൽ നടന്ന 5ാമത് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ കസ്തൂരി രംഗ അയ്യങ്കാർ. The hills that witnessed the revolt of പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ വിപ്ലവവുമായി ബന്ധപ്പെട്ട പഴശ്ശിയുടെ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച കുന്നുകൾ ഏതാണ്? ആൻസർ പുരളിമല. The headquarters of the naval force of Samorin at the time of the arrival of Vasco da Gama was? വാസ്കോ ഡ ഗാമയുടെ ആഗമന സമയത്ത് സാമൂതിരിയുടെ നാവികസേനയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ആൻസർ പൊന്നാനി. The first woman to become the acting president of the Travancore State Congress. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണ്? ആൻസർ അക്കമ്മ ചെറിയാൻ. Who was the secretary of the Home Rule League established in Malabar in 1916? 1916 മലബാറിൽ രൂപം കൊണ്ട ഹോം റൂൾ ലീഗിന്റെ സെക്രട്ടറി ആരായിരുന്നു? ആൻസർ കെ പി കേശവമേനോൻ. The forces from which fort suppressed the revolt of Attingal in 1721? 1721 ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തിയത് ഏത് കോട്ടയിൽ നിന്നുള്ള ഫോഴ്സ് ആയിരുന്നു? ആൻസർ തലശ്ശേരി ഫോർട്ട്. The largest strike organized by the Communist Party in Kerala. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർഗനൈസ് ചെയ്ത ഏറ്റവും വലിയ സമരം ഏതായിരുന്നു? ആൻസർ പുന്നപ്ര വയലാർ. Who recommended declaring President's rule in Tirukkochi when പനമ്പള്ളി ഗോവിന്ദമേനോൻ resigned in 1956? 1956 പനമ്പള്ളി ഗോവിന്ദമേനോൻ രാജിവെച്ച സമയത്ത് തിരുക്കൊച്ചിയിൽ പ്രസിഡന്റിന്റെ ഭരണം ഡിക്ലെയർ ചെയ്യാൻ ശുപാർശ ചെയ്തത് ആരാണ്? ആൻസർ ശ്രീ ചിത്തിര തിരുനാൾ. The venue of the first agricultural strike in Kerala organized by അയ്യങ്കാളി. കേരളത്തിൽ ആദ്യമായി അയ്യങ്കാളി ഓർഗനൈസ് ചെയ്ത കാർഷിക സമരത്തിന്റെ വേദി എവിടെയായിരുന്നു? ആൻസർ വെങ്ങാനൂർ. Who invited ഹൈദർ അലി to invade മലബാർ? മലബാർ ആക്രമിക്കുന്നതിനായി ഹൈദർ അലിയെ ക്ഷണിച്ചത് ആരാണ്? ആൻസർ രാജാ ഓഫ് പാലക്കാട്. In which district is ഉളിയത്ത് കടവ് which was the main locale of salt satyagraha in Kerala? കേരളത്തിലെ
ഉപ്പു സത്യാഗ്രഹത്തിന്റെ മെയിൻ വേദിയായിരുന്ന പ്രധാനപ്പെട്ട വേദിയായിരുന്ന ഉളിയത്ത് കടവ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കണ്ണൂർ. കണ്ണൂരിലാണ് ഉളിയത്ത് കടവ് സ്ഥിതി ചെയ്യുന്നത്. ഹൂ ലെഡ് സാൾട്ട് സത്യാഗ്രഹ മാർച്ച് ഫ്രം പാലക്കാട് ടു പയ്യന്നൂർ? പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ്? ആൻസർ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. Who led the British forces which entered Travancore via Aramboli Pass to suppress the revolt of Veluthambi in 1809? 1809 വേലുത്തമ്പി ദളവയുടെ കലാപത്തെ അടിച്ചമർത്താൻ ആരംബോളി പാസ് വഴി തിരുവിതാംകൂറിൽ പ്രവേശിച്ച സേനയുടെ നായകൻ ആരായിരുന്നു? സൈന്യാധിപൻ ആരായിരുന്നു? ആൻസർ കേണൽ ലീഗർ. കേണൽ ലീഗർ. The only person who headed the governments in Travancore, Cochin and Kerala. കേരളത്തിലും തിരുക്കൊച്ചിയിലും തിരുവിതാംകൂറിലും ഗവൺമെന്റിനെ നയിച്ച ഒരേ ഒരു വ്യക്തി ആരാണ്? ആൻസർ പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള. The person who became a member in the Cochin, Travancore Cochin and Kerala legislative assemblies and both the house of the parliament. കൊച്ചിയിലും തിരുക്കൊച്ചിയിലും കേരള നിയമസഭയിലും പാർലമെന്റിന്റെ 2 സഭകളിലും അംഗമായിരുന്ന വ്യക്തി ആരാണ്? കൊച്ചിയിലും തിരുക്കൊച്ചിയിലും കേരള നിയമസഭയിലും പാർലമെന്റിന്റെ 2 സഭകളിലും അംഗമായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ കെ കരുണാകരൻ. കെ കരുണാകരൻ. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻസ് ഓഫ് കേരള? കേരളത്തിലെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഭരണ പരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. The organization which liberated മയ്യഴി ഫ്രം ഫ്രഞ്ച് റൂൾ? ഫ്രഞ്ച് ഭരണത്തിൽ നിന്നും മയ്യഴിയെ മോചിപ്പിച്ച സംഘടന ഏതാണ്? ആൻസർ മാഹി മഹാജനസഭ. മാഹി മഹാജനസഭ. Who permitted to build the അഞ്ചങ്ങോ ഫോർട്ട് in the 17th century? 17ാം നൂറ്റാണ്ടിൽ അഞ്ചുതെങ്ങ് ഫോർട്ട് നിർമ്മിക്കാനായി അനുവാദം നൽകിയത് ആരാണ്? ആൻസർ റാണി ഓഫ് ആറ്റിങ്ങൽ. റാണി ഓഫ് ആറ്റിങ്ങൽ. ദ ചർച്ച് വെയർ വാസ്കോ ഡ ഗാമ വാസ് ബറീഡ് അറ്റ് കൊച്ചി? കൊച്ചിയിൽ വാസ്കോ ഡ ഗാമയുടെ ശവസംസ്കാരം നടത്തപ്പെട്ട പള്ളി ഏതാണ്? ആൻസർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്. സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഇൻ വിച്ച് ഇയർ the lengthiest president's rule in Kerala was ended? കേരളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസിഡന്റ് ഭരണം അവസാനിച്ച വർഷം ഏതാണ്? ആൻസർ 1967. 1967. The venue of the first Malabar District Political Conference? ആദ്യത്തെ മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസിന്റെ വേദി ഏതായിരുന്നു? ആൻസർ പാലക്കാട്. പാലക്കാട്. Who became the first chairman of the Kerala സാഹിത്യ അക്കാദമി in 1956? 1956 കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ്? ആൻസർ സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കർ. The nationality of James Dara, who established the first kayar factory in Kerala? കേരളത്തിൽ ആദ്യമായി കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാരയുടെ ദേശീയത അദ്ദേഹം ഏത് രാജ്യക്കാരൻ ആയിരുന്നു? ആൻസർ അയർലാൻഡ്. അയർലാൻഡ്. ഐറിഷ് സിറ്റിസൺ ആയിരുന്നു ജെയിംസ് ഡാര. ദ വെന്യൂ ഓഫ് ദ ഫോർത്ത് ആൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് വിച്ച് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ ജവഹർലാൽ നെഹ്റു?
ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച 4ാമത് ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസിന്റെ വേദി ഏതായിരുന്നു? ആൻസർ പയ്യന്നൂർ. പയ്യന്നൂർ. Which system was called the steel framework of Akbar's administration? അക്ബറുടെ ഭരണനിർവഹണത്തിൽ സ്റ്റീൽ ഫ്രെയിംവർക്ക് എന്നറിയപ്പെട്ട സിസ്റ്റം ഏതാണ്? ആൻസർ മൻസബ്ദാരി സിസ്റ്റം. മൻസബ്ദാരി സിസ്റ്റം. The Persian festival of Nowruz in India was started by. പേർഷ്യൻ ഉത്സവമായ നൗറൂസ് ഇന്ത്യയിൽ ആരംഭിച്ചത് ആരാണ്? ആൻസർ കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബുദ്ദീൻ ഐബക്ക്. Which department dealt with the administration of justice during the Sultanate period? സുൽത്താനേറ്റ് പീരീഡിൽ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഭരണകർത്തവ്യങ്ങൾ നിർവഹിച്ചിരുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഭരണം. ആൻസർ ദിവാനി റസാലത്ത്. ദിവാൻ ഇ റസാലത്ത്. ഇൻ ദ മറാത്ത അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഒഫീഷ്യൽ ലുക്ക്ഡ് ആഫ്റ്റർ ദ ഫിനാൻസസ് ആൻഡ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ? മറാത്ത ഭരണകാലത്ത് സാമ്പത്തികവും പൊതുഭരണവും മേൽനോട്ടം വഹിച്ചിരുന്നത് ആരാണ്? ആ ഒഫീഷ്യലിന്റെ പേരെന്താണ്? ആൻസർ പേഷ്വ. പേഷ്വയാണ് മറാത്ത ഭരണകാലത്ത് സാമ്പത്തികവും പൊതുഭരണവും നോക്കിയിരുന്ന ഉദ്യോഗസ്ഥന്റെ പേര്. വിച്ച് വാസ് കോൾഡ് ദ സെൻട്രൽ പില്ലർ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ഡൽഹി സുൽത്താനേറ്റ്? ഡൽഹി സുൽത്താനറ്റിന്റെ ഭരണകാലഘട്ടത്തിലെ നെടുംതൂൺ എന്നറിയപ്പെടുന്ന ഭരണ സമ്പ്രദായത്തിന്റെ പേരെന്താണ്? ആൻസർ ഇക്ത സിസ്റ്റം. ഇക്ത സിസ്റ്റം. During the end of which of the Mughal rulers the Mughal rule faced the problem of the ജാഗിർദാരി ക്രൈസിസ്? ഏത് മുഗൾ രാജാവിന്റെ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണം ജാഗീർദാരി ക്രൈസിസ്, ജാഗീർദാരി പ്രതിസന്ധി എന്നുള്ള പ്രശ്നത്തെ നേരിട്ടത്? ഏത് ഭരണാധികാരിയുടെ ഭരണകാലഘട്ടത്തിന്റെ അവസാനം ആണ്? ആൻസർ ഔറംഗസീബ്. ഔറംഗസീബിന്റെ ഭരണം അവസാനിക്കാറായ കാലഘട്ടത്തിലാണ് മുഗൾ രാജവംശം അല്ലെങ്കിൽ മുഗൾ ഭരണകൂടം ജാഗീർദാരി ക്രൈസിസ് എന്നുള്ള പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. ഹു ലുക്ക്ഡ് ആഫ്റ്റർ ഓൾ മാറ്റേഴ്സ് ഓഫ് ദ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്? മുഗൾ കാലഘട്ടത്തിൽ സൈനിക സമ്പ്രദായത്തിന്റെ, സൈനിക വ്യവസ്ഥയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ആരാണ്? ആൻസർ മിർ ബക്ഷി. മിർ ബക്ഷി. The greatest ruler in the history of the Maratha Empire? മറാത്ത സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ശിവജി. ശിവജി. Who declared Plassey laid the foundation of the British Empire? Amritsar has shaken it. പ്ലാസി ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അടിസ്ഥാനമിട്ടു, എന്നാൽ അമൃത്സർ അതിനെ പിടിച്ചു കുലുക്കി എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ആൻസർ മഹാത്മാ ഗാന്ധി. മഹാത്മാ ഗാന്ധി. The candidate whom Gandhiji supported when the election was conducted to the post of President of Indian National Congress in 1939. 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാനായി ഗാന്ധിജി സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഗാന്ധിജി നോമിനേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? ആൻസർ പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. വിച്ച് യൂറോപ്യൻ പവർ സപ്പോർട്ടഡ് നവാബ് ഓഫ് ബംഗാൾ ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി? പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബിനെ സപ്പോർട്ട് ചെയ്ത യൂറോപ്യൻ ശക്തി ആരാണ്? ആൻസർ ഫ്രഞ്ച്. ഫ്രഞ്ചുകാരാണ് പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബിനെ സപ്പോർട്ട് ചെയ്തത്. ആഫ്റ്റർ ദ ഡിമൈസ് ഓഫ് വിച്ച് ലീഡർ മഹാത്മാഗാന്ധി ഹാസ് എമേർജ്ഡ് ആസ് ദ എമിനന്റ് ലീഡർ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഏത് മഹാനായ നേതാവിന്റെ മരണശേഷമാണ്
മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവായി എത്തപ്പെട്ടത്? ആൻസർ ബാൽ ഗംഗാധർ തിലക്. ബാൽ ഗംഗാധർ തിലക്. The importance of 23rd June 1757 in Indian history. ഇന്ത്യയുടെ ചരിത്രത്തിൽ 23 ജൂൺ 1757 പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്? ആൻസർ ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധം നടന്ന തീയതിയാണത് 23 ജൂൺ 1757. A British Committee of Indian National Congress was formed in 1889 under the chairmanship of. 1889 ഇന്ത്യൻ നാഷണൽ കമ്മീഷന്റെ ഒരു ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകൃതമായത് ആരുടെ നേതൃത്വത്തിൽ ആണ്? ആൻസർ വില്യം വെഡർബേൺ. വില്യം വെഡർബേൺ. Who was the viceroy when the Prince of Wales visited India in 1876? 1876 ഇന്ത്യയിൽ പ്രിൻസ് ഓഫ് വെയിൽസ് സന്ദർശനം നടത്തിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ആൻസർ നോർത്ത് ബ്രൂക്ക്. നോർത്ത് ബ്രൂക്ക്. നെയിം ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ when the revolt of 1857 was started. 1857 റിവോൾട്ട് ആരംഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ വിസ്കൗണ്ട് പാമർസ്റ്റോൺ. വിസ്കൗണ്ട് പാമർസ്റ്റോൺ. കോൺഗ്രസ് റേഡിയോ was the broadcasting mouthpiece of the Indian National Congress during Quit India movement. Who organized it? ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വക്താവായി പ്രവർത്തിച്ചത് കോൺഗ്രസ് റേഡിയോ ആയിരുന്നു. അതിന്റെ സംഘാടക ആരായിരുന്നു? ഒരുപാട് PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഉഷ മെഹ്ത. ഉഷ മെഹ്ത. Who was the viceroy when Congress launched individual സത്യാഗ്രഹ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ആൻസർ ലോർഡ് ലിങ്ലിത്ഗോ. ലോർഡ് ലിങ്ലിത്ഗോ. ഇൻ വിച്ച് റീജിയൻ ദിവാൻ മണിറാം ദത്ത വാസ് എ ലീഡർ ഓഫ് റെവല്യൂഷണറീസ് ഓഫ് 1857? 1857 പ്രക്ഷോഭകാരികൾക്ക് ദിവാൻ മണിറാം ദത്ത ഏത് പ്രദേശത്ത് നിന്നാണ് നേതൃത്വം നൽകിയത്? ആൻസർ അസം. അസം. 1857 ഔധിൽ പ്രക്ഷോഭം നയിച്ച വാജിദ് അലി ഷായുടെ ഭാര്യയുടെ പേരെന്താണ്? ആൻസർ ബേഗം ഹസ്രത് മഹൽ. ബേഗം ഹസ്രത് മഹൽ. ദ വൈസ്രോയി ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഫോർവേഡ് പോളിസി. ഫോർവേഡ് പോളിസി ആരംഭിച്ച വൈസ്രോയി ആരാണ്? ആൻസർ ലോർഡ് ലിട്ടൺ. ലോർഡ് ലിട്ടൺ. ദ ഫസ്റ്റ് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി ആരായിരുന്നു? ആൻസർ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ദ പാക്ട് signed between Indira Gandhi and Zulfikar Ali Bhutto on 2nd July 1972 is known as. 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയുടെ പേരെന്ത്? ആൻസർ ഷിംല പാക്ട്. ഷിംല പാക്ട്. In which year Bombay state was bifurcated into Maharashtra and Gujarat? ഏത് വർഷത്തിലാണ് ബോംബെ സ്റ്റേറ്റ് വിഭജിച്ച് മഹാരാഷ്ട്രയും ഗുജറാത്തും രൂപീകൃതമായത്? ആൻസർ 1960. 1960. On which date internal emergency was declared by President Fakhruddin Ali Ahmed on the advice of Prime Minister Indira Gandhi? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തീയതി ഏതാണ്? ആൻസർ ജൂൺ 25, 1975.
1975 ജൂൺ 25. The organization that was instrumental in the liberation of East Pakistan. ഈസ്റ്റ് പാകിസ്ഥാന്റെ വിമോചനത്തിന് ഹേതുവായ സംഘടന ഏതാണ്? ആൻസർ മുക്തി ബാഹിനി. മുക്തി ബാഹിനി. The company involved in the Bhopal gas tragedy of 1984. 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് കാരണമായ കമ്പനി. ആൻസർ യൂണിയൻ കാർബൈഡ്. യൂണിയൻ കാർബൈഡ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ വാസ് ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ്. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC രൂപം കൊണ്ടത്? ആൻസർ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. Who was the Prime Minister when India conducted the second nuclear explosion in 1998? 1998 ഇന്ത്യ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ AB വാജ്പേയി. AB വാജ്പേയി. The year of the glorious revolution in Britain. ബ്രിട്ടനിൽ മഹത്തായ വിപ്ലവം നടന്ന വർഷം ഏതാണ്? ആൻസർ 1688. 1688. In which year the first world war was started? ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ്? 1914. 1914. In which year Winston Churchill became the Prime Minister of Britain for the first time? വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആദ്യമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വർഷം ഏതാണ്? ആൻസർ 1940. 1940. Which is the last country surrendered during the Second World War? രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയ രാജ്യം ഏതാണ്? ആൻസർ ജപ്പാൻ. ജപ്പാൻ. In which year the USA entered the Second World War? രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പ്രവേശിച്ച വർഷം എന്നാണ്? ഏത് വർഷത്തിലാണ് USA രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിച്ചത്? ആൻസർ 1941. 1941. The year of the outbreak of the French Revolution. ഫ്രഞ്ച് റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ടത് ഏത് വർഷം ആയിരുന്നു? ആൻസർ 1789. 1789. In which year Britain recognized the independence of the United States? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിച്ച വർഷം ഏതാണ്? ആൻസർ 1783. 1783. Which country was defeated by Britain in the Opium War? 1839-42 ഒപ്പിയം വാറിൽ കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? ആൻസർ ചൈന. ചൈന. Which country was defeated by Napoleon in the Battle of Borodino in 1812? 1812 ബോറോഡിനോ യുദ്ധത്തിൽ കൂടി നെപ്പോളിയൻ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? ആൻസർ റഷ്യ. റഷ്യയാണ് നെപ്പോളിയൻ പരാജയപ്പെടുത്തിയത്. Who led the revolution in China that ended the rule of the Manchu dynasty? ചൈനയിൽ മാൻചു അല്ലെങ്കിൽ കിങ് ഡൈനാസ്റ്റിയുടെ ഭരണം അവസാനിപ്പിച്ച റെവല്യൂഷന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ സൺ യാത് സൺ. സൺ യാത് സൺ. In which year China was officially declared republic? ചൈന റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ 1912. 1912. In which year Mao Zedong proclaimed the People's Republic of China? People's Republic of China എന്ന് മാവോ സേതൂങ് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ആൻസർ 19
1949. In which year the Cultural Revolution in China was started? ചൈനയിൽ കൾച്ചറൽ റെവല്യൂഷൻ ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ 1966, 1966. The year of the American Declaration of Independence. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1776, 1776. The year in which the League of Nations was brought into effect under the Treaty of Versailles. വെഴ്സൈൽസ് സന്ധി പ്രകാരം ലീഗ് ഓഫ് നേഷൻസ് രൂപീകൃതമായ വർഷം ഏതാണ്? ആൻസർ 1920, 1920. The last emperor of Russia who was assassinated in 1918. 1918 കൊല ചെയ്യപ്പെട്ട റഷ്യയിലെ അവസാനത്തെ ഭരണാധികാരി ആരാണ്? ആൻസർ സാർ നിക്കോളാസ് സെക്കൻഡ്, സാർ നിക്കോളാസ് സെക്കൻഡ്. വിച്ച് സിറ്റി ഇൻ കേരള ഹാസ് ദ യങ്ങസ്റ്റ് മേയർ ഓഫ് ദ കൺട്രി? കേരളത്തിലെ ഏത് നഗരത്തിലാണ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ നിയമിതനായത്? ആൻസർ തിരുവനന്തപുരം, തിരുവനന്തപുരം. Where the largest mural painting in Kerala was completed recently. ഈ അടുത്ത കാലത്ത് ഏത് സ്ഥലത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ പെയിന്റിംഗ് പൂർത്തിയായത്? ആൻസർ വർക്കല, വർക്കലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ പെയിന്റിംഗ് ഈ അടുത്ത കാലത്ത് പൂർത്തീകരിച്ചത്. The site of the country's first labor movement museum. രാജ്യത്തിന്റെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയത്തിന്റെ വെന്യൂ, ആസ്ഥാനം എവിടെയാണ്? ആൻസർ ആലപ്പുഴ, ആലപ്പുഴ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോജക്ട് ടു കൺസ്ട്രക്ട് എ ന്യൂ പാർലമെന്റ് ബിൽഡിംഗ് ഫോർ ഇന്ത്യ? ഇന്ത്യക്ക് പുതിയ ഒരു പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്രോജക്റ്റിന്റെ പേരെന്താണ്? പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്രോജക്റ്റിന്റെ പേര്? ആൻസർ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഹൂസ് ബർത്ത്ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് പരാക്രം ദിവസ്? ഇന്ത്യയിൽ പരാക്രം ദിവസായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ആൻസർ സുഭാഷ് ചന്ദ്ര ബോസ്, സുഭാഷ് ചന്ദ്ര ബോസ്. ഇൻ വിച്ച് സിറ്റി നാഷണൽ വാർ മെമ്മോറിയൽ വാസ് ഓപ്പൺഡ്? ഏത് നഗരത്തിലാണ് നാഷണൽ വാർ മെമ്മോറിയൽ തുറന്നത്? ആൻസർ ന്യൂഡൽഹി, ന്യൂഡൽഹി. നെയിം ദ യൂണിയൻ ടെറിട്ടറീസ് വിച്ച് വെയർ യുണൈറ്റഡ് ഇൻടു വൺ വിത്ത് എഫക്ട് ഫ്രം 26 ജാനുവരി 2020. 2020 ജാനുവരി 26 മുതൽ ഏകീകരിക്കപ്പെട്ട യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണ്? ആൻസർ ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. ഇൻ മെമ്മറി ഓഫ് whom ക്രാന്തി മന്ദിർ മ്യൂസിയം വാസ് ഓപ്പൺഡ് ഇൻ റെഡ് ഫോർട്ട്, ന്യൂഡൽഹി? ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ ആരുടെ സ്മരണാർത്ഥമാണ് ക്രാന്തി മന്ദിർ മ്യൂസിയം ആരംഭിച്ചത്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്, സുഭാഷ് ചന്ദ്രബോസ്. ദ ആംഡ് ഫോഴ്സസ് ഓഫ് വിച്ച് കൺട്രി ടുക്ക് പാർട്ട് ഇൻ ദ 2021 റിപ്പബ്ലിക് ഡേ പരേഡ് ഓഫ് ഇന്ത്യ? 2021 ഇന്ത്യയിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തത് ഏത് രാജ്യത്തിന്റെ കരസേന വിഭാഗം ആയിരുന്നു? ആൻസർ ബംഗ്ലാദേശ്, ബംഗ്ലാദേശിന്റെ കരസേനാ വിഭാഗമാണ് 2021 ഇന്ത്യയിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തത്. നെയിം ദ കൺട്രി ദാറ്റ് പ്രൊവൈഡ്സ് റാഫേൽ എയർക്രാഫ്റ്റ് ടു ഇന്ത്യ? ഇന്ത്യക്ക് റാഫേൽ എയർക്രാഫ്റ്റ് നൽകിയ രാജ്യം ഏതാണ്? ആൻസർ ഫ്രാൻസ്, ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങിയത്. ദ കിങ് ഓഫ് ട്രാവൻകൂർ
ഡ്യൂറിംഗ് ടിപ്പൂസ് ഇൻവേഷൻ. ടിപ്പുവിന്റെ ആക്രമണകാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ആൻസർ ധർമ്മരാജയായിരുന്നു. The European power defeated by മാർത്താണ്ഡവർമ്മ in the Battle of കൊളച്ചൽ in 1741. 1741 കുളച്ചൽ യുദ്ധത്തിൽ കൂടി മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ യൂറോപ്യൻ ശക്തി ആരായിരുന്നു? ആൻസർ ഡച്ചുകാരെയാണ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത്. The first education minister of കേരള സ്റ്റേറ്റ്. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ആൻസർ ജോസഫ് മുണ്ടശ്ശേരി. The wife of കോഴിപ്പുറത്ത് മാധവ മേനോൻ, minister in Madras state, who actively participated in the freedom struggle. മദ്രാസ് സ്റ്റേറ്റിലെ മന്ത്രിയായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോന്റെ ഭാര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഇവരുടെ പേരെന്താണ്? ആൻസർ AV കുട്ടിമാളു അമ്മ മദ്രാസ് സ്റ്റേറ്റിലെ മിനിസ്റ്റർ ആയിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോന്റെ ഭാര്യ ആയിരുന്നു. The chief minister of Kerala when the internal emergency was declared in 1975. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആൻസർ C. അച്യുതമേനോൻ. The Travancore State Congress was formed in. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്നാണ്? ആൻസർ 1938. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത്. The first organized revolt against the British authority in Kerala was the ആറ്റിങ്ങൽ revolt. It was in. കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായ കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ഇത് നടന്ന വർഷം എന്നാണ്? ആൻസർ 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. വിച്ച് ബാറ്റിൽ laid the foundation of മുഗൾ റൂൾ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിസ്ഥാനമിട്ടത് ഏത് യുദ്ധം ആണ്? ആൻസർ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. Who defeated the Maratha forces led by Sadashiva Rao in the Third Battle of Panipat in 1761? 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തില് മറാത്ത ഫോഴ്സസിനെ ലീഡ് ചെയ്തത് സദാശിവറാവു ആയിരുന്നു. ആ യുദ്ധത്തിൽ മറാത്ത ഫോഴ്സസിനെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ആൻസർ അഹമ്മദ് ഷാ അബ്ദാലി. വിച്ച് ഓർഗനൈസേഷൻ ഈസ് ലെഡ് ബൈ 10 പ്രിൻസിപ്പിൾസ്? 10 പ്രിൻസിപ്പിൾസ് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ്? ആൻസർ ആര്യസമാജത്തിൻ്റെതാണ് 10 പ്രിൻസിപ്പിൾസ്. ബ്രേവ് ഹീറോയിൻ ഓഫ് നാഗാലാൻഡ് ഡ്യൂറിംഗ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നടക്കുമ്പോൾ നാഗാലാൻഡിൽ നിന്നുള്ള ബ്രേവ് ഹീറോയിൻ ആരായിരുന്നു? ആൻസർ റാണി ഗെയ്ഡിൻലിയു. ദ ഇയർ ഓഫ് ടെന്നീസ് കോർട്ട് ഓത്ത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുടെ വർഷം ഏതാണ്? ആൻസർ 1789. 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇൻ വിച്ച് ഇയർ സൂയസ് കനാൽ വാസ് നാഷണലൈസ്ഡ് ബൈ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ നാസർ സൂയസ് കനാൽ ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? ആൻസർ 1956. 1956 ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ അബ്ദുൽ നാസർ സൂയസ് കനാൽ ദേശസാൽക്കരിച്ചത്. വാട്ട് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് വാർ ആൻഡ് പീസ് ബൈ ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് എന്നുള്ള പുസ്തകത്തിന് അടിസ്ഥാനമായ സംഭവം ഏതാണ്? ആൻസർ റഷ്യൻ ഇൻവേഷൻ ഓഫ് നെപ്പോളിയന്റെ റഷ്യൻ ഇൻവേഷൻ ആണ്
ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് എന്ന പുസ്തകത്തിന് ആധാരമായ സംഭവം. സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബൈ എ പ്രൊക്ലമേഷൻ ബൈ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ഇൻ. പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ അമേരിക്കയിൽ അടിമത്തം അവസാനിപ്പിച്ച വർഷം ഏതാണ്? ആൻസർ 1863, 1863. 7 years war was started in Europe. യൂറോപ്പിൽ 7 years war ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ 1756, 1756. ഇത്രയും ഫാക്ച്വൽ പോയിന്റ്സുകളാണ് ഇന്നത്തെ ഹിസ്റ്ററി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.